പമ്പയിലും അവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ പരിമിതമായിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉള്ളൂ. ഏതായാലും കഴിഞ്ഞ തവണ നിലയ്ക്കലിൽ വിപുലമായിട്ടുള്ള വാഹന പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും വാഹനങ്ങളുടെ ഒരു ആധിക്യം അവിടെ നാം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പമ്പയിലും പാർക്കിംഗ് സൗകര്യത്തിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇന്നിപ്പോൾ പമ്പയിലും പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഒപ്പം തന്നെ KSRTCയുടെ ചെയിൻ സർവീസുകളും അധികമായി നടത്തും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലയ്ക്കലിൽ പാർക്കിംഗ് സൗകര്യത്തിനായി 2500-ലധികം വാഹനങ്ങൾക്ക് ഇപ്പോൾ തന്നെ 7000-ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഉണ്ടായിരുന്നത്. അധികമായി 2000-ലധികം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലയ്ക്കലിലും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വാഹന പാർക്കിംഗ് എന്നുള്ള ആ ഒരു കാര്യത്തിലും അധിക സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കിയിട്ടുള്ളത്. ഒരു വിമർശനവും വരാത്ത രീതിയിൽ ഇക്കുറി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് ദേവസ്വം ബോർഡും സർക്കാരും ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ അയ്യപ്പ ദർശനത്തിനായി ഭക്തർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെ മല ചവിട്ടാൻ അനുവാദം നൽകിയിട്ടുള്ളത്. ഇന്ന് പ്രത്യേക പൂജകൾ ഒന്നും തന്നെയില്ല. ഇന്ന് ഇപ്പോൾ വലിയ നടപ്പന്തലിലും വലിയ തിരക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നില്ല. ഒപ്പം തന്നെ ഫ്ലൈ ഓവറിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഫ്ലൈ ഓവറിൽ കൂടി അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തിക്കൊണ്ടേയിരിക്കുന്നു. മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ചും ഈ ഫ്ലൈ ഓവറിലാണ് ഏറ്റവും വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടിരുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ തിക്കലും തിരക്കിലും പെട്ട് ബുദ്ധിമുട്ടുന്ന കാഴ്ച കഴിഞ്ഞ ശബരിമല മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഏതായാലും ഈ ഫ്ലൈ ഓവറിലും ഒപ്പം തന്നെ നടപ്പന്തലിലും നിയന്ത്രിത അളവിൽ ഭക്തരെ നിർത്തി തിരക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഫ്ലൈ ഓവറിലേക്ക് ഭക്തരെ കയറ്റിവിട്ട് അയ്യപ്പ ദർശനം ാണ് ഇപ്പോൾ ഏതായാലും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി അധിക പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. 18-ാം പടിയിൽ പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമായിരിക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കുക എന്നും ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി DN വാസവനും വ്യക്തമാക്കിയിട്ടുണ്ട്. Oh, my God.